നമ്മളുടെ ഇടയിൽ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ, അതേപോലെ തന്നെ കീഴ്വായുവിൻ്റെ പ്രശ്നമുള്ളവർ, നെഞ്ചിരിച്ചിൽ, പുളിച്ചത് കിട്ടുക, വയറ് വീർക്കുക, ഇപ്പോൾ ടോയ്ലറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് നമുക്കൊരു തൃപ്തിയാവാത്ത രൂപത്തിൽ കറക്റ്റ് മലം പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മൾ സുഹൃത്തുക്കളിലും ഉണ്ടാവും, നമ്മൾ വീടുകളിലും ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡോക്ടർ സിറാജ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഡോക്ടർ അടുത്ത് ഇപ്പോൾ ലാസ്റ്റ് ഈ അടുത്ത് വന്നൊരു പേഷ്യൻറ്റിന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കൺസൾട്ടേഷനിലാണ് അവർക്ക് ഈ ഒരു മാറ്റം ഉണ്ടായത്. അപ്പോൾ അവർ ആ മാറ്റം, അവർ സന്തോഷം പറയുന്ന ഒരു വോയിസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എൻ്റെ പേര് സിറിൽ. എൻ്റെ വീട് കോലഞ്ചേരി, എറണാകുളം ജില്ലയിലാണ്. എനിക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇങ്ങനെ പുളിച്ച് തേട്ടി വരികയായിരുന്നു. കുറേ മരുന്നുകളൊക്കെ കഴിച്ചു, കുറവുണ്ടായില്ല. അങ്ങനെയാണ് ഡോക്ടർ സിറാജിൻ്റെ കാണാനായിട്ട് കൂട്ടുകാർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്നുകളൊക്കെ കഴിച്ചു. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഇവരുടെ ഈ ഒരു വോയിസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഓരോന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിൽ ആ പ്രശ്നമുള്ളവരുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ അവർക്ക് തന്നെ ഡോക്ടറുടെ ഒരു വീഡിയോ അവരുടെ സുഹൃത്ത് അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയാനോ പലയിടത്തും കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹോം റെമഡീസൊക്കെ കുറേ പരീക്ഷിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ ഗ്യാസിൻ്റെ ഗുളികളൊക്കെ കഴിച്ചിട്ട് താൽക്കാലികമായിട്ട് ആശ്വാസം ഉണ്ടാക്കിയവരായിരിക്കും പലരും. ശരിക്കും ഇവരുടെ കേസിൽ എന്തായിരുന്നു, ഇവരുടെ കേസ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ഡോക്ടർ ഇതാക്കി? ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു. പുളിച്ചത് കിട്ടലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല. പൊതുവേ നമ്മൾ പറയുന്നൊരു സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ളത്, അതൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് കൂടുതൽ മരുന്നൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു 3 വീക്സ് സംതിങ് കൊടുത്തപ്പോൾ തന്നെ എന്ത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഗ്യാസ്, അസിഡിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ കാരണത്തെ അവിടെ ചെയ്യുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ അസിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മറ്റു PPI പോലെയുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കും. അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. ചിലപ്പോൾ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വരും എന്നുള്ളതാണ്. അപ്പോൾ എക്സാക്ട്ലി റൂട്ട് കോഴ്സ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണം എന്ത് കഴിച്ചാലും ഗ്യാസുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ചിലർക്ക് ചില സമയങ്ങളിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരിക്കും എന്താണ് അതിൻ്റെ ഒരു വേരിയേഷൻ? അത് ഈ പറഞ്ഞതുപോലെ തന്നെ പലതും പല കാരണങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി കാരണം ഗ്യാസിന് ഇഷ്യൂസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഹൈപ്പോ അസിഡിറ്റിൻ്റെ അളവ് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ആസിഡ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആസിഡിൻ്റെ അളവ് നമ്മുടെ വയറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാലും അസിഡിറ്റിയുടെ പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ വയറ് വീർക്കുന്ന പോലെ, അല്ലെങ്കിൽ എമ്പക്കം വരുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ പുളിച്ചത് കിട്ടില്ല, ഇങ്ങനെ പല തരത്തിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും നമ്മൾ പറയുന്നത് എന്താണ്, അസിഡിറ്റി. ഇത് എല്ലാത്തിനും നമ്മൾ ഒരേ മരുന്നൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. ഗ്യാസിൻ്റെ പ്രശ്നം ഈ ഒരു മരുന്നല്ല. പക്ഷേ ചിലതെന്താണ് ആസിഡ് കൂടിയത് കൊണ്ട് വരുന്നുണ്ട്, ചിലത് ആസിഡ് കുറഞ്ഞത് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ കണ്ടീഷനിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ മെഡിസിന്, ഒരേ ട്രീറ്റ്മെൻറ്റ്, ഒരേ ഗ്യാസിൻ്റെ ഗുളിക പറ്റില്ല. ചിലത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അസിഡിറ്റി വീണ്ടും കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പോസിഡ്, ഇപ്പോൾ ഒരാളെ വയറ്റിൽ ആസിഡ് കുറവാണ്, അപ്പോൾ അങ്ങനെയുള്ള ആ കണ്ടീഷനിൽ നമ്മൾ വീണ്ടും PPI പോലെയുള്ള മെഡിസിൻ കൊടുത്താൽ എന്ത് ചെയ്യും, വീണ്ടും മാസത്തിൻ്റെ പ്രശ്നം കുറയും. അപ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാവും, ദഹനക്കേടിൻ്റെ പ്രശ്നം നല്ല ഉണ്ടാവും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ തരത്തിലും എന്ത് ചെയ്യും, സിംറ്റംസ് കാണും. അത് ഓരോരോ റീസൺസ് അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നത് വേണം. പൊതുവിൽ ആളുകൾ പറയുന്നൊരു സാധനം, ചിലപ്പോൾ ഭക്ഷണത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു കപ്പ കഴിക്കുമ്പോൾ പൊതുവിൽ നാട്ടുനടപ്പനുസരിച്ച് ചില നാട്ടുകാർ പറച്ചിലാണ് എന്ത്, ഇപ്പോൾ ഇത് കഴിക്കേണ്ടത്, ഇത് ഗ്യാസാണ്. ശരിക്കും ഈ പറഞ്ഞ ഫുഡാണോ ശരിക്കും ഗ്യാസ് ആകുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ വയറ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണോ? ഫുഡ് ഒരിക്കലും ഗ്യാസ് അല്ല. അത് ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന ഫുഡ് ഗ്യാസാണ് എനിക്ക് എന്ന് പറയും. ഇല്ല, അതൊരിക്കലും. അത് വേറൊരു സാധ്യതയുണ്ട്. ഇതേ ഫുഡ് മറ്റൊരാൾക്ക് പ്രശ്നമില്ല, ഇതേ ഫുഡ് മറ്റൊരാൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ പ്രശ്നമുള്ള ആളുടെ വയറ് ഓക്കെ അല്ല. ആ വയറ് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഫുഡ്, ഇപ്പോൾ കപ്പയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള എന്തൊരു സംഗതി വയറിന് പറ്റുന്നില്ല, വയറ് ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ട്, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി നമ്മുടെ വയറിന് എന്ത് ചെയ്യണം, നമ്മൾ ഓക്കെ ആക്കി കൊണ്ടുവരാം. ഇപ്പോൾ കപ്പയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നല്ല ഫൈബർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില കണ്ടീഷനുകൾ നമ്മൾ ഫൈബർ കൂടുതൽ കഴിച്ചാൽ ഗ്യാസ് വരും. നമ്മൾ പൊതുവെ പറയൽ എന്താ, ദഹനം ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ, നല്ല ശോധന കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈബർ വേണമെന്നാണ്. പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഫൈബർ പറ്റില്ല. ഈ ഫൈബർ ഉള്ള കൂടുതൽ, എസ്പെഷ്യലി നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും പച്ചക്കറികൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നല്ല ബ്ലോട്ടിംഗ് ആയിട്ട് നല്ല ഹെവിനെസ്, ഡിസ്കംഫർട്ട് ആകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ബാക്കിൽ റീസൺസുകളുണ്ട്. അപ്പോൾ ആ റീസൺ എന്ത് ചെയ്യണം,
നമ്മൾ നോട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാത്തിനും ഈ പറഞ്ഞതുപോലെ കപ്പ അല്ല അവിടെ റീസൺ, നമ്മുടെ വയറ് അവിടെ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു ഡൈജഷന് കറക്റ്റ് നടക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും ഡൈജഷൻ നടക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഡൈജഷൻ നടക്കാത്തത്, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കൊണ്ട് മാത്രമാണോ ഡൈജഷൻ നടക്കാത്തത്? ഇത് ഗ്യാസ് എന്നുള്ളത് സിംറ്റാ, ഒരടയാളമാണ് അത്. അപ്പോൾ അതിന് ബാക്കിലും റീസൺ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രോട്ടീന് ഡൈജഷൻ, പെപ്സിൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ബോഡിക്ക് ഉണ്ടാവൽ വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പെപ്സിൻ്റെ അളവ് കുറയാണ്, പ്രോട്ടീൻ ഡൈജഷന് വേണ്ട സംഗതിയാണ്, അതിൻ്റെ അളവ് കുറയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ചിക്കൻ കഴിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോട്ടീൻ നമ്മൾ കഴിക്കുക, അപ്പോൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കുകയാണ് പ്രോട്ടീനുള്ള, പക്ഷേ ഇത് ബോഡിയിലില്ല. അപ്പോൾ ആക്ച്വലി ആ ഒരു പ്രോട്ടീൻ അവിടെ ഡൈജഷൻ നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഡൈജഷൻ നടക്കാത്ത അല്ലെങ്കിൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ ദഹിക്കാതൊരു സംഗതി കുടലിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ പ്യൂട്രിഫാക്ഷൻ സംഭവിച്ചിട്ട് ഗ്യാസ് ഉണ്ടാകും. അവിടെ ഒരുപാട് മൈക്രോബ്സ് ഉള്ളതാണ്. അപ്പോൾ അതുമൂലം എന്ത് ചെയ്യും, ഒരു വയറ് വീർത്തതുപോലെ. ചില ആളുകളുണ്ടല്ലോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ കഴിച്ചതായിരിക്കും, വൈകുന്നേരമായിട്ടും എന്ത് ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, വയറ് ഫുള്ളായ ഒരു കനം പിടിച്ചതുപോലെ കനം. അതിനൊക്കെ റീസൺ ഇതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ചില ദഹിക്കാൻ വേണ്ടതായിട്ടുള്ള ചില ദഹനരസങ്ങൾ കുറയുമ്പോൾ എന്ത് ചെയ്യും, ദഹന വ്യവസ്ഥ കുറയും, അല്ലെങ്കിൽ ദഹനക്കേട് നല്ലോണം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഈ ഒരു ബ്ലോട്ടിങ്ങും ഗ്യാസിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ടാകും. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ ആ ഒരു വോയിസ് കേട്ട ആളുണ്ടല്ലോ ഡോക്ടർ, ഒരു പേഷ്യൻ്റ്, ശരിക്കും അവർക്ക് ഭക്ഷണങ്ങളായിരുന്നോ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഗട്ട് തീരെ പ്രോപ്പർ അല്ലാതെ ആക്കിയെടുത്തത്? ഗട്ടിൻ്റെ പ്രശ്നമാണ് അത്. ഈ അവർ പറയുന്നുണ്ടല്ലോ പുളിച്ചിത ഗട്ടൽ എന്നുള്ളത്. അപ്പോൾ ഈ പുളിച്ചിത ഗട്ടൽ കേസിൽ അതിൽ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള സാധനമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ മുകളിലോട്ട് വരുന്ന ഒരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് ആസിഡ് പദാർത്ഥങ്ങൾ മുകളിലോട്ട് വരുമ്പോഴാണ് അത് ഉണ്ടാകുന്നുള്ളത്. പക്ഷേ ചില കണ്ടീഷനുകളിൽ ആക്ച്വലി അങ്ങനെ വരാറില്ല. മീൻസ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ മുകളിലോട്ട് വരില്ല, നോർമലി ആയിരിക്കും. പക്ഷേ അതിന് ഫങ്ഷണൽ ഹെഡ് ബേൺ എന്ന് പറയും. അതായത് ആൾക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി കൂടുതലുണ്ട്, അത് ഉറക്കമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഈസോഫാഗസ്, നമ്മൾ ഭക്ഷണം പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ എൻഡിങ്ങിൽ എന്ത് ചെയ്യും, അവിടെയൊക്കെ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ വരും, അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നല്ല രീതിയിൽ സെൻസേഷൻ, ചെറിയ രൂപത്തിൽ ഒരു ഭക്ഷണം തട്ടിയാൽ തന്നെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എല്ലതും ആക്ച്വലി പറഞ്ഞത് എന്താണ്, ബോഡിയുടെ മാത്രമല്ല, ചിലത് മൈൻഡാണ്, ചിലത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പോലും ഈ ഒരു റിലീസ് കിട്ടാത്തത്, അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടാത്തത്. റീസൺ എന്താണ് അവിടെ ചില സമയത്ത് ബ്രെയിനാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കൽ നിർബന്ധം. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, അവരനുഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കറക്റ്റ് ടൈമാണ്, ഫുഡൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, കറക്റ്റ് ഡൈജഷനൊക്കെ നടക്കുന്ന കറക്റ്റ് ഫുഡുകളൊക്കെയാണ് അവർ കഴിക്കുന്നത്. എന്നാലും ഇവർക്ക് കറക്റ്റ് മലം പോവാത്ത ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ കീഴ്വായുവിൻ്റെ പ്രശ്നം സ്ഥിരമായിട്ട്, അതിന് എന്ത് ഭക്ഷണം കഴിച്ചാലും ഇവർക്ക് എന്ത് ചെയ്യും, ദഹനമൊക്കെ കറക്റ്റ് നടക്കുന്നുണ്ടാവും, പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് സ്ഥിരമായിട്ടുള്ളവർ, അത് ശരിക്കും എന്താണ്? അത് ആക്ച്വലി അങ്ങനെയുള്ള കേസുകൾ ആക്ച്വലി കുടലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്താണ് ഇത് ഉണ്ടാവല്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ സാധനം ഉണ്ടായിരിക്കും, മീൻസ് വയറ്റിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല, ഭക്ഷണമൊക്കെ ഓക്കെ ആയിരിക്കും, വിശപ്പുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു കുടലിൻ്റെ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ അബ്സോർപ്ഷനും കാര്യങ്ങളും പ്രോപ്പറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശരിക്കും മലം പോകില്ല എന്നുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുടലിനൊരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ഉണ്ട്. അത് മലം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടലിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത എമൗണ്ടിൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഫ്രീക്വൻസിയിൽ അത് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറേ സമയം കുടലിൽ തന്നെ ഭക്ഷണം നിൽക്കുന്നൊരവസ്ഥ വരും. ഷുഗറുള്ള ആളുകൾ പൊതുവെ പറയാറുണ്ട് ഈ ഒരു പ്രശ്നം, ഒരു കീഴ്വായിൻ്റെ പ്രശ്നം, മലം ശരിക്കും പോകുന്നില്ല, വിശപ്പില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ്. അതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കറിയാം ഞരമ്പിനൊക്കെ നല്ല തരിപ്പ് വരും. അപ്പോൾ ഞരമ്പ് വീക്കാകുന്നത് കൊണ്ടാണ് ഷുഗർ നല്ലോണം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻസേഷനൊക്കെ കുറയും. അപ്പോൾ എന്നതുപോലെ തന്നെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാലിൽ ഞരമ്പിൻ്റെ സെൻസേഷൻ കുറയുന്ന പോലെ തന്നെ നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ഞരമ്പുകൾക്ക്, നാടുകൾക്ക് സെൻസേഷൻ കുറയും. അപ്പോൾ ഈ മൂവ്മെൻറ്റ് കുറയും, കുടലിൽ എന്ത് ചെയ്യില്ല, ആ ഒരു കുടലിൻ്റെ മൂവ്മെൻറ്റ് കുറയും. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളും മലം കൂടുതൽ സമയം അവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ലോണം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഈ ഒരു വയറിൻ്റെ ഒരു സ്പെസിഫിക് ഇഷ്യൂസിൽ സ്റ്റൊമക്കിൻ്റെ പ്രശ്നമില്ല അവിടെ കൂടുതൽ വരുന്നത്. അവിടെ കൂടുതൽ കാണാറുള്ളത് ഈ പറഞ്ഞതുപോലെ കുടലിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ്. ശരിക്കും ഇതിലൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ
ഭക്ഷണങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രോപ്പറായി കിട്ടാൻ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡുകളുണ്ടാവും. അതേപോലെ തന്നെ ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് പ്രോപ്പർ ആവാൻ അത് ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളുണ്ടാവും. അത് ശരിക്കും ഏതാണ്? അത് ഇത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നോക്കണം. അപ്പോൾ ഷുഗറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഷുഗറിന് മെയിനായിട്ട് നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യുന്ന വേണം. 2, നിങ്ങൾക്ക് ദഹനക്കേടുണ്ട്, ബ്ലോട്ടിംഗ് ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. ഈ പറഞ്ഞ കീഴ്വാഴുവായാലും അല്ലാത്ത പുളിച്ച് തേട്ടലായാലും നെഞ്ചിരിച്ചിലാണെങ്കിലൊക്കെ ഒക്കെ കഴിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ആക്ച്വലി ഗട്ട് കിടക്കുന്നത്. അപ്പോൾ അതിന് ഓവർലോഡ് കൊടുക്കരുത്. അതിനൊരു ഹീലിംഗ് ടൈം നമ്മൾ കൊടുക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന ഫുഡുകൾ കൊടുക്കുക. അതേപോലെ തന്നെ നല്ല ഫൈബർ, ആവശ്യത്തിന് ഫൈബർ എന്താണ് ഉൾപ്പെടുത്തണം. ചില ആളുകൾ ഫൈബർ തീരെ കഴിക്കാറില്ല, അതുകൊണ്ടും എന്ത് ചെയ്യും, നല്ല രീതിയിൽ ബ്ലോട്ടിംഗ് ഒക്കെ വരും. കൂടുതൽ നോൺ വെജ് കൂടുതലാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രശ്നങ്ങൾ വരും. അതുപോലെ നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ത് ആളുകൾ വെള്ളം കുടിക്കില്ല എന്നുള്ളത്. ചായ കുടിക്കുന്നുണ്ടാവും, പിന്നെ മറ്റ് ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കുന്ന, പക്ഷേ സാധാരണ ഒരാളിപ്പോൾ നിലവിൽ വെള്ളം കുടിക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് എന്നാൽ ഒരു 8 ഗ്ലാസ് 10 ഗ്ലാസ് ആണ് പറയലാ. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 4 ഗ്ലാസ് പോലും കണക്കൂട്ടൽ ചായൻ്റെ അതായിരിക്കും പ്രശ്നം. അപ്പോൾ ചായ വലിയ പ്രശ്നമാണ് ഇതിന്. അപ്പോൾ വെള്ളം എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും ഒരു 2-3 ലിറ്റർ, ഒരു ആവറേജ് ഒരാൾ ഇപ്പോൾ കൂടുതൽ പുറത്തൊക്കെ ഒന്ന് വർക്ക് ചെയ്യുക, വീട്ടിനകത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഒരു 2-2.5 ലിറ്റർ നിർബന്ധമായിട്ടും വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടണം, മസ്കുലർ ആക്ടിവിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നത് അല്ലെങ്കിൽ ഓഫീസിൽ ഒരു ഭാഗത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, കോൺസ്റ്റിപ്പേഷൻ, വയറ് നല്ല പ്രശ്നം ഉണ്ടാകാറുന്നില്ല. അത് എക്സസൈസ് എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ. കൂടുതലും ഈ പുറത്ത് പണിയെടുക്കുന്നവരും അതേപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും രണ്ടുപേരും നമ്മളെ മാറ്റം എന്താ, വയറ് ചാടുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും എന്താണ്, ആ കുടവയറിങ്ങനെ പെട്ടെന്ന് ചാടുന്ന ഓഫീസിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യും. അത് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരേ സമയം നമ്മൾ ഒരേ ഇരുത്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുണ്ടാകുന്ന ഫാറ്റുകളൊക്കെ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ഇന്ന് ആളുകൾക്ക് സ്ട്രെസ്സ് നല്ലോണം ഉണ്ട്. പണ്ടത്തെ കണ്ടീഷനല്ല, മാനസികമായിട്ട് എന്തോ ഒരു ഹാപ്പി മൂഡുള്ള ആളുകൾ കുറവാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്തുണ്ട്, സ്ട്രെസ്സ് കൂടിയാൽ തന്നെ ഇപ്പോൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ടാവും. അതെ, പുറത്ത് നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്. ഇപ്പോൾ പുറത്ത് പണിയെടുക്കുന്ന, നാടൻ പണി എടുക്കുന്ന ആളാണെങ്കിലും വീട്ടിൽ 2-3 ദിവസം മന്തി അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ അവർക്ക് നിർബന്ധമാണ്. പണ്ടത്തെ പോലെ അല്ലല്ലോ. അത് നല്ലോണത്തിന് ബാധിക്കുന്നുണ്ട്, സ്ട്രെസ്സ് നല്ലോണം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എല്ലാതും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോട് യോജിപ്പിച്ച് നോക്കണം, എങ്കിലും നമുക്കിത് കറക്റ്റ് ക്ലിയർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ കേസുകളൊക്കെ ആണെന്ന് ഞാൻ കറക്റ്റ് പറയും, നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കും. ചിലരത് അങ്ങനെ പറയലുണ്ട്. ഇപ്പോൾ ഈ കൂടുതൽ പുളിച്ചത് കെട്ടലൊക്കെ കൂടുതലാണെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കുക. ചിലപ്പോൾ ഞാൻ പറയും, ഡോക്ടറെ ഞാൻ പറയും, നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കണം, നേരത്തെ വെള്ളം കിടക്കണം എന്നൊക്കെ പറയും. ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കിടക്കാൻ പാടുമെന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴും ഒരു പറയലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്തൊരു പേഷ്യൻ്റ് എടുത്ത് തന്നു. അപ്പോൾ ഡോക്ടർ ഞാനതൊക്കെ ചെയ്യലുണ്ടോ, ഓക്കെയാണ്, ഭക്ഷണം ഞാൻ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ഞാൻ കഴിക്കാറുള്ളത്, അങ്ങനത്തെ ചില, പക്ഷേ എന്നിട്ടും എനിക്ക് പുളിച്ചത് കിട്ടലുണ്ടാറ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ വെള്ളം എപ്പോഴും കുടിക്കില്ല വെച്ചിട്ട്, വെള്ളം ഇപ്പോൾ കുടിക്കണം. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നല്ലോണം വെള്ളം കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ ആ കണ്ടീഷനുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വെള്ളം കുടിച്ചാൽ വയറിനെ സംബന്ധിച്ചുള്ള വയറ് വീർക്കും, അല്ലെങ്കിൽ അത് വെള്ളം എന്ത് ചെയ്യും, വയറ് ഫുള്ളായി കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം കുടിയിലും എന്ത് ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നിടത്ത് തന്നെ ഇപ്പോൾ ഹെവി ഫുഡ്സ് ആയാലും നോർമൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളാണെങ്കിലൊക്കെ എന്ത് ചെയ്യും, ആളുകളൊരു സോഫ്റ്റ് ഡ്രിങ്ക്, ഇപ്പോൾ പെപ്സിയോ സാധനം ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ദഹനം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് തിരിച്ചൊരു ഗ്യാസ് കയറുന്നൊരു ഫീൽ കിട്ടും. ശരിക്കും അതുകൊണ്ട് ശരിക്കും ദഹനം നടക്കുന്നുണ്ടോ? അതുകൊണ്ട് ഒരു ഉപകാരമില്ല. അത് ആക്ച്വലി അവിടെ ഒരു വെള്ളം അതുപോലെ കാർബണേറ്റഡ് ആണ്, അതിൽ കുറച്ച് ഷുഗർ ഉണ്ട് എന്നല്ലാണ്ട് കുറച്ചൊരു ഫ്ലേവറും. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ദഹനത്തെ കൂടുതൽ സഹായിക്കണമെന്നില്ല അവിടെ. അത് ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു 100% ഗ്യാസിലൊരു സംഗതി കുടിക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് പോകും. മന്തിയൊക്കെ കഴിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് പോകും. അതിനൊരു 80% ചിലപ്പോൾ തിരിച്ചു വന്നേക്കും. നമുക്കപ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ബട്ട് 20% എന്ത് ചെയ്യും, അവിടെ തന്നെ കെട്ടിക്കിടക്കും. അത് നമ്മളറിയില്ല. നമുക്കവർ പുറത്തേക്ക് വന്നത് നമുക്ക് ഫീൽ ഉണ്ടല്ലോ, പക്ഷെ അവിടെ ബാക്കിയുള്ളത് അറിയില്ല.
അപ്പോൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഗ്യാസിന് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് അസിഡിറ്റിയും അല്ലെങ്കിൽ പുളിച്ചത കിട്ടലും ഇൻഡൈജഷനും പൊതുവേ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ലൈം ടീ പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യാം ഉൾപ്പെടുത്തുക, എന്തെങ്കിലും ഗ്രാമ്പു ഇട്ടിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ നമ്മൾ പട്ട ഇട്ടിട്ടുള്ള വെള്ളം, അങ്ങനത്തെ കുടിക്കുക. അതിന് പ്രശ്നം അതൊക്കെ ഡൈജഷൻ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആകും. അതുപോലെ ചുക്ക്, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ യൂസ് ചെയ്യരുത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഇപ്പോൾ എന്ത് കുടിച്ചാലും അതൊരു അഡിക്ഷൻ പോലെയാണ് നമ്മളത്. അതേപോലെ തന്നെ ചായ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കാണലുണ്ട്. ഇപ്പം രാവിലെ തന്നെ 2 ചായ, ഇനിയിപ്പോൾ ഒറ്റ ഇരുത്തത്തിലാണെങ്കിൽ ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ സ്നാക്ക് ബാക്കിയാണെങ്കിൽ പിന്നെ ഒരു ചായയും കൂടി ഒക്കെ അവിടെ നിന്ന് പറഞ്ഞ് ദിവസം ഒരു 5-8 ചായ കുടിക്കുന്ന ആളുകൾ നമ്മൾ. ശരിക്കും ഈ ചായ ഇങ്ങനെ ഈ അസിഡിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ വേറെ സംബന്ധം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ചായ നല്ലതല്ല ആക്ച്വലി, എസ്പെഷ്യലി അസിഡിറ്റി ഉള്ള ആളുകൾക്ക്, കൂടുതൽ നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക്. കാരണം ചില ആളുകൾക്ക് ഇതിലുണ്ടാകുന്ന കഫീനും ഇതിനുള്ള കണ്ടന്റുകളൊക്കെ ട്രിഗറിങ് ഉണ്ടാക്കും നമ്മുടെ ഒരു ഗട്ട് ലൈനിങ്ങിൽ, ഇൻറ്റസ്റ്റൈൻ ലൈനിങ്ങിൽ, അതേപോലെ തന്നെ സ്റ്റൊമക്ക് ലൈനിങ്ങിലൊക്കെ എന്ത് ചെയ്യും, ഒരു ഇൻഫ്ലമേറ്ററി ആക്ഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യരുത്, ചായ കുടിക്കരുത്. അത് ചില ആളുകൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് അവർക്ക് തന്നെ അറിയാം, അത് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കി തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ വയറ് തണുപ്പിക്കാനും അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആകാനാക്കി ഇപ്പോൾ പുറത്തുള്ള ആളുകൾ, ഇപ്പം അബ്രോഡ് അല്ലെങ്കിൽ ദുബായ് GCCകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവിടെ എന്ത് ചെയ്യും, ഒരു ബോട്ടിൽ ഒരു 2-2.5 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ, ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ ലബന് കിട്ടും. എന്തിനാണെന്ന് വെച്ചാൽ ഈ യോഗട്ട് പോലെ തന്നെ നമ്മൾ വയറ് ഒരു തണുപ്പിക്കാൻ ഉച്ച സമയത്ത് കുടിക്കുക. അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ തൈര് സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ അസിഡിറ്റി ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ളവർക്ക് ശരിക്കും ഇത് നല്ലതാണോ? തൈര് നല്ലതാണ് ആക്ച്വലി. തൈര് ചൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പുളിയുള്ളതാകരുത്. അതേപോലെ തന്നെ നമ്മൾ നല്ല തണുപ്പോട് കൂടി കഴിക്കുകയും ചെയ്യരുത്. ഈ 2 സാധനം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പുളിയുള്ളത് ഇപ്പോൾ ഈ പാക്കറ്റിൽ വരുന്ന തൈരുകളുണ്ടല്ലോ, അത് അത്യാവശ്യം ചിലത് നല്ല പുളിയുള്ളതുണ്ടായിരിക്കും. ഇപ്പോൾ യോഗേട്ട് നമ്മൾ അത്ര പുളി, ഗ്രീക്ക് യോഗേട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി കുറവുണ്ടായിരിക്കും. അതത്ര പ്രശ്നമില്ല. കൂടുതൽ പുളിയുള്ള കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഇത് കണ്ടുവരാറുണ്ട്, നല്ല രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. അതേപോലെ നല്ല തണുപ്പുള്ളത് അതേപോലെ കഴിച്ചാലും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യും, ഒരു നോർമൽ ടെമ്പറേച്ചറിലുള്ളത്, അതേപോലെ തന്നെ പുളി കുറഞ്ഞത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ യോഗേട്ട് നമ്മൾ കഴിക്കും ഒന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ആ ബാക്ടീരിയകൾ നിലനിർത്താൻ, അവിടെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ഹീലാക്കാനൊക്കെ എന്ത് ചെയ്യും, ഈ യോഗേട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം ദഹിപ്പിക്കാനൊക്കെ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നല്ലതാണ്. ഇപ്പോൾ ദഹനത്തിനാണെങ്കിലും ലേറ്റ് നൈറ്റ് ഡിന്നർ ഒഴിവാക്കണം എന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും ഡോക്ടേഴ്സൊക്കെ പറയുന്നൊരു സാധനം. അതേപോലെ തന്നെ ഉറക്ക്, ഇപ്പോൾ രാത്രി നേരം വൈകി ഉറങ്ങിയാലും അത് ചിലപ്പോൾ ഉറക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ടായിരിക്കും. ഇപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് അത് കഴിഞ്ഞാൽ ചിലപ്പം ഉച്ചയാകുമ്പോൾ നല്ല ഉറക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ണ് പൂട്ടിയാലും എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റലും ഉണ്ടാവില്ല. അപ്പോൾ അത് ഉറങ്ങാനൊരു ഇത് കിട്ടുന്നില്ല, ഉറക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഉറക്ക് പ്രോപ്പർ ആവാത്തതും ഇതും തമ്മിൽ റിലേറ്റഡ് ആണ്. റിലേഷൻ ഉണ്ട്. അത് ഉറക്കം നമ്മുടെ കംപ്ലീറ്റ് മെറ്റബോളിസത്തെ ലിങ്ക് ചെയ്തൊരു സംഗതിയാണ്. ഉറക്കം നമ്മൾ ലേറ്റായിട്ട് നമ്മൾ ഹോർമോൺ ഇംബാലൻസ് നല്ലോണം വരും ബോഡിയിൽ. ആ ഹോർമോൺ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് എൻസൈം ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ഇംബാലൻസ്ഡായി കഴിയുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, രാവിലെ എഴുന്നേൽക്കും ചിലപ്പോൾ ഒരു വിശപ്പൊന്നും ഫീൽ ചെയ്യില്ല. എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു എന്തെങ്കിലും വയർക്ക് വേണം, വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് എന്ത് ചെയ്യില്ല, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് 11 ആയാലും വലിയ വിശപ്പൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള. അതേസമയം നട്ടപ്പാതിരിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നന്നായിട്ട് വിശക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ബോഡി കൺവേർട്ടഡ് ആയി പോകുന്നതാണ്. അതായത് രാത്രി നല്ല ഫുഡ് അടിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യൽ തോന്നിയതുപോലൊക്കെ എന്ത് ചെയ്യുക, ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് ബോഡിയിൽ കംപ്ലീറ്റ് ആക്ടിവിറ്റി. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യില്ല, ഒരു എനർജി ഉണ്ടാവില്ല, എപ്പോഴും ക്ഷീണം പിടിച്ചിരിക്കുക. അതേപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഷുഗർ പെട്ടെന്ന് വരും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പൊണ്ണത്തടി വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാതും കംപ്ലയിൻറ്റ്സ് ആക്ച്വലി ബിഗിനിങ് എന്ന് പറയുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ തന്നെ. അതിനെ ബാധിച്ചിട്ടാണ് ആക്ച്വലി ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും പൊണ്ണത്തടി ആയാലും ഗ്യാസ്ട്രൈറ്റിസ് ആയാലും ബാക്കിയുള്ളതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഏറ്റവും കൂടുതൽ നേരിടുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരാൾക്കാരാണ് ഹോസ്റ്റലിൽ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ. ഇപ്പോൾ GCCയിലൊക്കെ ജോലി ലേറ്റായിട്ടാണ് അവർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ഉച്ചയ്ക്കത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ന്യൂട്ടല്ലേ അല്ലെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായയും സ്നാക്സും കുടിച്ചിട്ട് തന്നെ ആക്കി തുടങ്ങും. കാരണം എന്ത് പോകുന്നു എന്നുള്ളതല്ല, തൽക്കാലം ആ വിശപ്പിനെ അടുക്കി പിടിക്കാൻ എന്തെങ്കിലും എന്നുള്ളതാണ് എല്ലാ ഹോസ്റ്റലേഴ്സും ഇവിടെ പുറത്ത് പഠിക്കുന്നവരും ആളുകളൊക്കെ ചെയ്യുന്നത്. ശരിക്കും അത് എങ്ങനെയാണ് അവർ
അതൊരിക്കലും പാടില്ലാത്തതാണ് ആക്ച്വലി. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പലപ്പോഴും ഫുഡ് ചൂസ് ചെയ്യുന്നത് സിമ്പിൾ, ചീപ്പ് ആൻഡ് ടേസ്റ്റി, ഈ 3 സാധനം നമ്മൾ നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും പിന്നെ കുറച്ച് ടേസ്റ്റ് ഉള്ളതും ചീപ്പ് റേറ്റ് ആവാന്നുള്ളത് നമ്മൾ മെയിനായിട്ട് നോക്കാറുള്ളത്. ബട്ട് അത് ഏത് വരെ ഉള്ളൂ, നമ്മുടെ ഈ ഒരു നാവ് അല്ലെങ്കിൽ തൊണ്ട ഇതുവരെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറേ വേറെ തന്നെ വേറെ ലോകമുണ്ട്. ഇവിടുന്ന് എന്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഡൈജഷൻ അവിടെ നടക്കും. വേണ്ടതാണെന്നുണ്ടെങ്കിൽ വേണ്ടാത്തതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബോഡിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ടത് നമുക്കില്ല, ഫൈബേഴ്സ് ഇല്ല, പ്രോട്ടീൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, കൂടുതൽ കാർബാണ് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്ലോട്ടിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഗട്ട് ഇൻഫ്ലമേഷനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അത് ഗ്രാജ്വലി എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇനിയിപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഹോസ്റ്റലേഴ്സിന് അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നതാണ്, ഡോക്ടർ എനിക്ക് ഉറങ്ങാൻ ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പറയുന്നു പൊതുവെ കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഉറക്കം നമ്മുടെ ബോഡിക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. എല്ലാം കഴിഞ്ഞ് ഫോൺ വിളിയും എല്ലാ ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഉറങ്ങുക. സമയം കിട്ടുന്നില്ല എന്നേക്കാട്ടും നല്ലത് കണ്ടെത്തുന്നില്ല എന്നുള്ളത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമല്ലേ വിഷയം. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ പ്രയോറിറ്റി ഉറക്കിന് കൊടുക്കണം. പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടല്ലോ, കറക്റ്റ് സമയത്ത് എണീക്കും, കറക്റ്റ് സമയത്ത് 10-10:30 ആകുമ്പോഴത്തേനും ഒരു മാക്സിമം കടന്നുറങ്ങിയിട്ടുണ്ടാവും. രാവിലെ ഒരു 4 മണി ആ ടൈമിന് ഒരു പ്രശ്നമില്ലല്ലോ അവർക്ക്. അപ്പോൾ അത് ആ ഒരു ശീലം എന്ത് ചെയ്യണം നമ്മൾ കൊണ്ടുവരാന്നുള്ള. ഇപ്പോൾ ഈ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയം ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞ ഓരോന്നും. ഇപ്പം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തൊരു പേഷ്യൻ്റ്, അവർക്ക് ആദ്യ കൺസൾട്ടേഷനിൽ തന്നെ മാറ്റം വന്നു എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടിയില്ല. അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഇപ്പം ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നവരപ്പോൾ ഹോസ്റ്റലിൽ പഠിച്ചും കഴിഞ്ഞ് അങ്ങനെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിലും അബ്രോഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ മെഡിസിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.